ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ടാണ് കയറ്റിയേക്കണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് സെൽഫ് അടിക്കുമ്പോൾ സെൽഫ് ചില സമയങ്ങളിൽ പിടിക്കാണ്ട് പോകുന്ന പോലൊരു ഫീൽ ഉണ്ടായിരുന്നു, ഒരു മൂളിച്ചയോട് കൂടിയിട്ട് പോകും. പിന്നെ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് സ്പീഡോമീറ്റർ ഒന്നും പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ലായിരുന്നു. പെട്രോൾ മീറ്ററും കൃത്യമായിട്ട് വർക്കിംഗ് അല്ല, നമ്മൾ പെട്രോളിൻ്റെ അളവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. കാരണം ഫ്യൂൽ മീറ്ററും സ്പീഡോമീറ്ററും കറക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സർവീസിന് കയറ്റിയപ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്കതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ, ഒറിജിനൽ ലൈനർ തന്നെ കിടക്കണേ ഹോണ്ടയുടെ. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഈ സർവീസും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. ബ്രേക്ക് ക്യാമൊക്കെ ചെറിയ ഒരു തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ടൊന്ന് ഗ്രീസിങ് നടത്തിയിട്ട് റീസെറ്റ് ചെയ്യാം. ഇവിടെ ലൈനറൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം. പിന്നെ നമുക്കതിൻ്റെ ക്ലച്ച്, അതായത് ക്ലച്ചിൽ നിന്ന് വരുന്ന ഗിയറിൻ്റെ ഷാഫ്റ്റ്, വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റ്, അതിൻ്റെ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നല്ല വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല. ബാക്കിലത്തെ ടയറാണത്, ടയറിൻ്റെ കണ്ടീഷനും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹബിനകത്ത് ചെറിയതായിട്ട് ഈ സൈഡ് പിടിക്കുന്ന പോലെ ഒരു ഫീൽ കാണിക്കുന്നുണ്ട്. അത് ചില ഭാഗങ്ങൾ ശ്രദ്ധിച്ചത് ഇവിടെ ഉണ്ട്, ഈ ഭാഗത്തുണ്ട്, അത് 1-2 സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് അങ്ങനെ കേട്ടോ. എവിടെയൊക്കെ ഉണ്ട് അത് ശരിക്കും ഒരു പ്രാവശ്യം ഹബ്ബ് പോളിഷ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. അപ്പോൾ നമുക്ക് രണ്ടാമത് പോളിഷ് ചെയ്യൽ നടക്കില്ല. തൽക്കാലം നമുക്ക് ഒന്ന് വാട്ടർ പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം. അടുത്ത സർവീസൊക്കെ ആകുമ്പോൾ അന്ന് നെക്സ്റ്റ് സർവീസിൽ നമുക്ക് ബ്രേക്ക് ലൈനർ എന്തെങ്കിലും മാറ്റേണ്ടി വരും. ആ കൂട്ടത്തേക്കൂടെ ഈ ഹബിൻ്റെ ഈ യൂണിറ്റ് മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി ബെറ്റർ കേട്ടോ. കാരണം ഒരു പ്രാവശ്യത്തിൽ കൂടുതലൊക്കെ പോളിഷ് ചെയ്താൽ പിന്നീട് ലൈനർ നിൽക്കില്ല, അതാണ് പ്രോബ്ലം. അപ്പോൾ ഇതിനകത്ത് കംപ്ലയിൻറ്റ് ശ്രദ്ധിച്ചാൽ ഇവിടെ ഒരു വരച്ചിലുണ്ട്, ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട്, ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട്. അത് ആ ഭാഗങ്ങളാണ് കൂടുതലായിട്ട് ലൈനർ പിടിക്കുക. അതുകൊണ്ടാണ് ആ ബ്രേക്ക് ഒരു കംഫർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാത്തതിൻ്റെ കേസ് കേട്ടോ. അത് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിലവിലുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് കിടക്കുന്നത്. അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം. അടുത്ത സർവീസിലൊക്കെ നമുക്ക് നോക്കിയിട്ട് ചേഞ്ച് ചെയ്യേണ്ടതാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് 10,000 കിലോമീറ്ററൊക്കെയാണ് എയർ ഫിൽറ്ററും പ്ലഗും ഒക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിൽ ഓയിൽ സീലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല. അതിൻ്റെ ഈ ബെൻഡെക്സിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ബെൻഡെക്സും വർക്കിംഗ് ഓക്കെയാണ്. പക്ഷേ ബെൻഡെക്സിൻ്റെ ഈ സൈഡിൽ ചെറിയൊരു വര പോലെ കണ്ടോ, അത് ശരിക്കും ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അലൈൻമെൻറ്റിൽ വന്നേക്കുന്ന ഒരു വേരിയേഷൻ, അത് ചെറിയൊരു അലൈൻമെൻറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ വീലും, അതായത് ഇതിൻ്റെ ഇവിടെ ഒരു വീല് വന്നിട്ടുണ്ട്, ആ വീലും ഇതുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഗ്യാപ്പ് കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടച്ച് ആവണമാണ് ആ ഒരു ഇത് കാണിക്കുന്നത്. തൽക്കാലം നമുക്ക് അത് അലൈൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആകാം. തൽക്കാലം ആ രീതിയിൽ ഓടട്ടെ. അതിൻ്റെ പ്രോബ്ലംസ് ലക്ഷണങ്ങൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ സെൽഫൊക്കെ അടിക്കുമ്പോൾ സൗണ്ടിൽ വേരിയേഷൻസ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അത് ആരംഭമാണ്, പോകെ പതുക്കെ അത് ഗ്രാജുവലി വളരാനായിട്ട് തുടങ്ങും. ആ കംപ്ലയിൻറ്റ്സ് കൂടുതൽ വരാനായിട്ട് തുടങ്ങും കേട്ടോ. തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ കാണുന്ന കംപ്ലയിൻറ്റ് കൈയോടെ തന്നെ നമുക്കത് തൽക്കാലത്തേക്ക് റെഡി ആയിക്കോളും. നമുക്ക് പുറമേ നിന്ന് ചെയ്യാവുന്നത് മാക്സിമം ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളറൊക്കെ അടങ്ങുന്ന യൂണിറ്റാണ്. നിലവിൽ ചെക്ക് ചെയ്യുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല. തൽക്കാലം നമുക്ക് നേരടിച്ച്, അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്, അത് നേരടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെയാണ് ക്ലച്ച്, വെയിറ്റ് സെറ്റ് അടങ്ങുന്ന യൂണിറ്റ്. അതിൻ്റെ പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, ഓക്കെയാണ്, നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതിൻ്റെ ക്ലച്ച് ഷൂ ഏകദേശം തീരുന്ന ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ ലൈനറിനോട് ചേര വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സർവീസിലൊക്കെ ഒരു പക്ഷേ നമുക്കത് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കും കേട്ടോ. അത് കാരണം അതിൽ ബ്രേക്കിൻ്റെ ലൈനർ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്, ഇത് ക്ലച്ച് ഔട്ടറിൽ ടച്ചായിട്ട് ഓടണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കൂടുതലായിട്ട് പ്രോബ്ലം കാണുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിലൊക്കെ ഒരു പക്ഷേ നമുക്ക് മാറ്റേണ്ടി വന്നേക്കും. ക്ലച്ച് ഔട്ടറിനകത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല, അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ എൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കണമുണ്ട്. ബെൽറ്റും നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. സെൻട്രൽ പോർഷനിലേക്കൊക്കെ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. ഡീപ്പായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ക്രാക്ക് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും വേണ്ടിയിട്ട് നമുക്കിപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല. മാക്സിമം യൂസ് ചെയ്യുക, അതിന് ശേഷം മാറ്റിയാൽ മതി. ക്ലച്ച് കവർ നമ്മൾ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക, ആ പൊടിയൊക്കെ നേരടിച്ച് ക്ലീനാക്കുക, റീസെറ്റ് ചെയ്യുക, അതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് ചോക്കിൻ്റെ കേബിൾ പൊട്ടിപ്പോയിട്ടുണ്ട്, അപ്പോൾ നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടണം. അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിളിൻ്റെ പെർഫോമൻസും ഓക്കെയാണ്, നല്ല പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റൊക്കെ നമുക്ക് കൂട്ടത്തിക്കൂടെ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത്, പുതിയ ഫിൽറ്ററാണ്. തൽക്കാലത്തേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റാം. അത് ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്തായിട്ടാണ് തന്നെ. അപ്പോൾ ആ കൂട്ടത്തിക്കൂടെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സ്പാർക്ക് പ്ലഗിൻ്റെ കേസായാലും പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. എയർ ഫിൽറ്റർ എപ്പോഴാണോ മാറ്റുന്നത് ആ കൂട്ടത്തിക്കൂടെയാണ് നമുക്ക് ശരിക്കും പ്ലഗും ചേഞ്ച് ചെയ്ത് ഇടേണ്ടത് കേട്ടോ. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ സൗണ്ട് വേരിയേഷൻ ഉണ്ട്.
അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ ഈ കോളർ ബുഷൊക്കെ ചെറുതായിട്ട് ലൂസായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തൽക്കാലം ഗ്രീസ് ചെയ്ത് ഇടാം. ഈ ഭാഗം ചെറിയൊരു അടിയുണ്ട് അതിൻ്റെ ഉള്ളിൽ, അതൊന്ന് അഴിച്ചു നോക്കിയിട്ട് കോളർ മാത്രം മാറ്റിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ റെഡിയാക്കാം. ബ്രേക്കിൻ്റെ കേബിളുകളായാലും ഓക്കെ, നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അത്യാവശ്യം ചെറിയ ടൈറ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും തൽക്കാലം ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാം. പിന്നെയുള്ളത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ സെക്ഷനാണ്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ നോക്കുമ്പോൾ ബ്രേക്ക് ലൈനർ പകുതിയിൽ കൂടുതൽ തേഞ്ഞിട്ടുണ്ട്. തൽക്കാലം അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം, മാക്സിമം ഉപയോഗിക്കാം, എന്നിട്ടൊക്കെ മാറ്റിയാൽ മതി. ബ്രേക്ക് ക്യാമിൻ്റെ ഭാഗം നോക്കുമ്പോൾ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഗ്രീസ് ഇട്ട് റീസെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യണില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് മീറ്ററിൻ്റെ കേബിൾ അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ടൈറ്റായി പോയേക്കാണ്. ഇന്നർ കേബിൾ ഔട്ടറിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ടൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്രൗണും പിനിയൻ ഡാമേജിലേക്ക് പോകും. ഇത് പ്ലാസ്റ്റിക് ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീറ്റർ എപ്പോൾ ജാം ആവണോ കൂട്ടത്തിൽ ഇത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മാറ്റുമ്പോൾ നമുക്ക് കേബിളും ഇതും കൂടി സെറ്റായിട്ട് മാറ്റിയാലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗുണം കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ക്രൗണ് സ്ലിപ്പാവാൻ തുടങ്ങും, വീണ്ടും മീറ്റർ കംപ്ലൈൻറ്റിലേക്ക് പോകും. നമുക്കിത് ഇരിക്കണ ബാറ്ററി 2023 മോഡൽ ബാറ്ററിയാണ്. വാറണ്ടി പീരീഡ് ഉണ്ട് ബാറ്ററിക്ക്. ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സെൽഫ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ കാണിക്കുന്ന ദിവസം പറഞ്ഞിട്ടുണ്ടായല്ലോ. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വോൾട്ട് ചെറിയ വേരിയേഷൻ ഉണ്ട്. അതായത് 12.28 റേഞ്ചിലേക്ക് തന്നെ. ബാറ്ററി ചെക്ക് ചെയ്യുമ്പോഴായാലും നിലവിൽ ഇവിടെ കാണിക്കുന്നത് ഡാമേജ് ആയിട്ടാണ്. പക്ഷേ അത് നമുക്ക് ബാറ്ററി ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം വേണം ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഇത് വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ബാറ്ററി അഴിച്ച് ചാർജിലേക്ക് ഇടാണ്. ചാർജിൽ ഇട്ടതിന് ശേഷം ഒന്നുകൂടി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കൂടുതൽ കംപ്ലൈൻറ്റ് വീണ്ടും ഫുൾ ചാർജ് ചെയ്തിട്ടും ടെസ്റ്റ് അടിക്കുമ്പോൾ ഇതേപോലെ തന്നെ കംപ്ലൈൻ്റ് ആണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ താമസമില്ലാണ്ട് തന്നെ വീണ്ടും കംപ്ലൈൻറ്റ് ജനറേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാറണ്ടിക്ക് വിടണമായിരിക്കും കുറേ കൂടി ബെറ്റർ, അങ്ങനെ ഉണ്ടെങ്കിൽ കാണിക്കുകയാണെങ്കിൽ കേട്ടോ. നേരെ മറിച്ച് ഓക്കെ ആയിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം, വേറെ കുഴപ്പമില്ല. കാരണം ബാറ്ററിക്ക് വാറണ്ടിക്ക് വിട്ടാലും കിട്ടാനൊന്നും പോകണം നമുക്ക്. അപ്പോൾ നമുക്കൊന്ന് ചാർജ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് എന്താണ് അവസ്ഥ എന്നുള്ള ദിവസം നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ പ്ലഗിൻ്റെ കേസൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, നല്ല ഓയിലാണ് കിടക്കണേ. ലെവൽ ഒരു അല്പം വ്യത്യാസം ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് ടോപ്പ് അപ്പ് ചെയ്ത് ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ഈ ഇത്രയും വർക്ക് ചെയ്ത് വരുമ്പോൾ എസ്റ്റിമേറ്റ് എത്ര വരുമെന്ന് ഒരു അപ്രോക്സിമേറ്റ് നമ്മളൊരു എസ്റ്റിമേറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം. പിന്നെ നമുക്ക് വണ്ടിയുടെ സർവീസ് സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും നമുക്ക് വാട്സാപ്പിനകത്ത് കാറ്റലോഗ് ഉണ്ട്. കാറ്റലോഗിൽ നോക്കിക്കഴിഞ്ഞാൽ സർവീസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അത്യാവശ്യം പാർട്സുകളുടെ റേറ്റ് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. സ്പെഷ്യലായിട്ടുള്ള സർവീസ് കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിനകത്ത് കയറി നോക്കിയാലും അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളാം.